അപ്പോൾ ജോലിക്ക് പോയല്ലോ. അപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് പനിയും ജലദോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്, ചെറിയായിട്ടൊരു മൂക്കടപ്പും ചെറിയ ചുമയുണ്ട്. അത് വിഷയമില്ല. അപ്പോൾ നമുക്ക് വ്ലോഗ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ടൈം എന്ന് പറയുന്നത് രാത്രി 12 തൊട്ട് 4 മണി വരെ വർക്ക് ചെയ്യാൻ പോവുകയാണ്. 4 മണിക്കൂർ. സാറ് നമ്മൾ വർക്ക് ചെയ്യാൻ ടൈം പകലും വൈകുന്നേരം മാത്രമാണ്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് അതുപോലെ നല്ല ഇൻസെൻറ്റീവ് ഓഫർ കൂടുതലുണ്ട് രാത്രി വർക്ക് ചെയ്യണതിന്. അപ്പോൾ അതുകൊണ്ട് പോയി നോക്കാം. നല്ലൊരു ഹോറർ മോഡിൽ നൈറ്റ് റൈഡ് സൂപ്പറായി വേറെ ലെവലാണ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 5/7/2026 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാത്രി 12 AM നമ്മൾ പോകുന്നത്. ഓക്കെ, പോയാലോ, വേറെ ഒന്നും പറയാനില്ല. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ പുറപ്പെടാം. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കട്ടൻ ചായ കുടിക്കാം. അല്ലെങ്കിൽ ഉറക്കം വരും. ഫോൺ കഴിക്കുവാ ലൈറ്റായിട്ട് ഉറക്കം വരും പോലെ. ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോയാലോ. ഒരു ഇന്ന് 12 to 4 മണി വർക്ക് ചെയ്യാൻ പോകണം. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നല്ല പൈസ കൂടുതൽ കിട്ടണം ചെയ്യും. വല്ലപ്പോഴും പോവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിൻ കാര്യം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ല. നല്ല റോഡ് ഫ്രീ ആയി കിടക്കും. സൂപ്പറാ ഓടാം. നല്ല മൈലേജ് കെട്ട് ഒരൊറ്റ ഗിയറിൽ പോയാൽ മതി. 6ാമത്തെ ഗിയറിലൊക്കെ പോവാം. 5 ഗിയർ ആയിക്കോളൂ. 6ഇല്ല 5 മണിക്ക് സൂപ്പറായി നൈറ്റ് റൈഡ്. നീ പറഞ്ഞാ ശരിപ്പാ, ഡയലോഗ് പറ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെറ്റ് അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക. മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒറ്റ ലൈഫ് ഉള്ളൂ. എല്ലാ പേജ് കട്ടക്ക് നിൽക്കണം. ഇന്ന് ചെരുപ്പിട്ടേക്കാം. ചിലപ്പോൾ രാത്രി മഴ പെയ്യണമെങ്കിൽ പണിയായിപ്പോ. അപ്പോൾ ഓക്കെ ബൈസൺ, പോവാലോ. സെറ്റാണല്ലോ. അത്ര തന്നെ. മണി ഇപ്പോൾ 12:15 മണിയായി. ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചില്ല. എന്തോന്നാണ് ഇത്, ഓർഡർ അടിക്കില്ല യാത്ര ചെയ്യുന്നപ്പോൾ. നോക്കാം, എന്തായാലും സിറ്റിക്കകത്ത് പോയി നോക്കാം. പാണി പോയിട്ടാവേ. സംഭവം സർജ് പോകണം കേട്ടോ മഴയ്ക്കുള്ളത്. എവിടെ മഴ വേണമെന്തോ. ഇപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ട് വേറെ വിഷയമൊന്നുമില്ല. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. അപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ ചോദിച്ചാൽ എങ്ങോട്ട് പോകാൻ ഒരു പിടിയില്ല. സാറ് നമ്മൾ പകലിൽ പോകുമ്പോൾ അസീസ് റെസ്റ്റോറൻറ്റിൽ പോയി നിൽക്കും പൂജപ്പുരയൊക്കെ. ഇതിപ്പം എവിടെ പോയി ഇത് ഓർഡർ അടിക്കുന്ന പറഞ്ഞോട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ചുമ്മാ അങ്ങോട്ട് പോകാം, എവിടെയെങ്കിലും ഓർഡർ അടിക്കും. ഓക്കെ, നമ്മളെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യല്ല ഈ ഭാഗത്തൊന്നും. ഒരു വണ്ടി മാത്രം എതിരെ പറഞ്ഞത്ര തന്നെ. എന്തായാലും കൊള്ളാം, നല്ല വൈബുണ്ട് രാത്രി പോകാനായിട്ട്. സൂപ്പറായിരിക്കണം. ആഹാ, സംഭവം നല്ല മഞ്ഞുണ്ട്, തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ടീഷർട്ടുണ്ട് കട്ടിയുള്ളത്, അതുകൊണ്ട് തണുപ്പ് ആക്കൂല. മിഡ് നൈറ്റ് ഓട്ടം പോലാം കെഡാ വെട്ടി കൊണ്ടാങ്കട പെട്രോളിന അടിക്കുക. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അടിപൊളി, ലോങ് ഓർഡർ ആണല്ലോ. 150 രൂപയ്ക്ക് DJ ഇമ്പീരിയൽ ഫുഡ്സ് ശാസ്ത്രമംഗലത്ത് സർജ് ഉൾപ്പെടെ. ഓക്കെ, പോന്നാ. അപ്പോൾ ഫസ്റ്റ് അടിച്ച ഓർഡർ DJ ഇമ്പീരിയൽ സൂട്ട്സ് ആണ്. ഇവിടെ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരം ഉണ്ട്. അടുത്ത് തന്നെ നല്ല മഞ്ഞ് കണ്ട. നോക്ക്, വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, ഓവറാക്കണ്ട. ഇത് ഹിമാലയ മറ്റേ ലഡാക്ക് പോകണം. എന്നാലും കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. ഇല്ലെന്നും പറയാൻ പറ്റുന്നില്ല. ചുമ്മാ നമ്മൾ കുറച്ച് കൂട്ടിയേ പറയുള്ളൂ എപ്പോഴും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരണമെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചാൽ മതി. നാരങ്ങ വെള്ളം വേണ്ട, തേയില വെള്ളമോ കാപ്പി കുടിച്ചാൽ മതി. എനിക്ക് എന്തായാലും ഉറക്കമൊന്നും വരില്ല, ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല. നമ്മൾ റീൽസ് ചെയ്ത് ഫാമിലിയായിട്ട് ഒരു 5-6 മണിക്കൂർ പോയി. എൻ്റെ അമ്മോ, സംഭവം ഒരു 3 മിനിറ്റ് വരുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അത് കാരണം ചെറിയ ക്ഷീണമുണ്ട്. എന്തായാലും ഓട്ടം ഫുൾ കഴിയുമ്പോൾ 4 മണിയാവും. 4 മണിക്ക് കിടന്നിട്ട് ഒരു 10 മണിക്ക് നല്ല ഒരു 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പിന്നെ അടുത്ത 12 മണി 4 മണി ഓടുക. പിന്നെ അടുത്ത വൈകിട്ട് 6 to 10 മണി ഓടുക. എല്ലാം കൂടെ 1500 ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ. നമ്മൾ ഈ കട്ടിയുള്ള ടീഷർട്ട് ഇട്ടാൽ തണുപ്പ് രക്ഷയില്ല കേട്ടോ. തണുക്ക് തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ചോദിച്ചു നോക്കാം. ചിലപ്പോൾ റെഡി ആവണമെങ്കിലോ. ഭയങ്കര സൈലൻ്റ് ആയിക്കണം രാത്രി വർക്ക് ചെയ്യുമ്പോഴേ. പതുക്കെ പറഞ്ഞ സൗണ്ട് കൂടുതലായിരിക്കണം. അത് മെയിനായിട്ട് വണ്ടിയുടെ സൗണ്ട് ഇല്ലല്ലോ, അതാണ് വിഷയം. ഉണ്ടാ കുറേ ഓർഡർ ആയിക്കണം, നോക്കി എടുത്താൽ മതി. ഇവിടെ റെഡി വരാമില്ല. എങ്ങനെയാണിത്? നടക്കണം നമ്മൾ ഓർഡർ 1473 കേട്ടോ. റെഡി വരില്ല, നമ്മൾ എടുക്കണം പോയി. ഓക്കെ, റുമാലി ഷാർമ 2 പിക്ഡ്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മുക്കോല നെട്ടായി. ഇവിടെ നിന്ന് കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണിയായി. ഇതുപോലെ ജംഗ്ഷൻ വരുമ്പോൾ നോക്കിക്കൊണ്ട് 2 സൈഡും. കാരണം രാത്രി ആയതുകൊണ്ട് സ്പീഡിൽ വണ്ടികൾ വരും. നമ്മൾ പകൽ കയറുമ്പോൾ കയറാൻ പാടില്ല. അതൊരു വിഷയമുണ്ട് കേട്ടോ. ഓക്കെ, വേറെ വിഷയങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്. ഇൻഡിക്കേറ്റർ ബെസ്റ്റ്. അതായത് ഇൻഡിക്കേറ്റർ ആദ്യം ഇട്ടിട്ട് വേണം വണ്ടി വളയ്ക്കേണ്ടത്. ഇവരെങ്ങനെ പറയുമ്പോൾ വണ്ടി വളച്ചിട്ട് ഇൻഡിക്കേറ്റർ എങ്ങനെ ആയിരിക്കണം. സൂപ്പർ ലൈൻ. എന്തായാലും മിഡ് നൈറ്റ് റൈഡ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് ശിവാലയ ഓട്ടം പോയിട്ടുണ്ട്. വൈകുന്നേരം 6 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ വെളുക്ക ഓടി ഉറങ്ങാതെ. അതുവേ നമ്മൾ ഓടി. അത് വേറെ ജില്ലയിൽ പോയിട്ട്. അപ്പോൾ ഇതൊക്കെ നിസ്സാര കേസ്, ചീള് കേസ്. ഉദ്ദേശിച്ചാൽ പേടിക്കണം. ആര് പേടിച്ച്? ഞാൻ പേടിച്ചാ. പൈസ പേടിക്കണം. പൈസ എനിക്കൊരു പേടിയില്ല. എനിക്ക് സൂപ്പർ ആയിരിക്കണം, ചില്ലായിരിക്കുന്നു. ചില്ല് ചെയ്യണ. നമുക്ക് ഈ നൈറ്റ് റൈഡിന് കുറച്ച് പാട്ട് ഇടല്ലോ. മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യും. വാഗമണ്ണിലെ തണുപ്പ്, ഈ പാട്ടോട്ടെ. ഇതൊന്നും വേണ്ട. ഈ പാട്ടോക്കെ. ഇളയ നില ഒഴുകിറതേ. രാത്രി പറ്റിയത് ഇളയരാജ പാട്ടാണ്. ഇതുപോലെ പാട്ട് കേട്ടോണ്ട് വർക്ക് ചെയ്യണ സുഖം എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. അത് എവിടെയും കിട്ടില്ല അല്ലേ. എന്ത് നേടറോടി പട്ടി കിടക്കുന്നു. പട്ടി തന്നെ നടന്നത്.
യാറ് ചാക്കായിരിക്കും എന്താ സംഭവം. രാത്രി വണ്ടികൾ കുറവല്ലേ, അതുകൊണ്ട് പട്ടിയല്ല ആന വരെ ഒന്ന് കിടക്കും. അങ്ങനെ പേരുടെ ജംഗ്ഷനെത്തി. ആഹാ എന്ത് ഫ്രീ ആയി കിടക്കണോ അല്ലേ. ഇതൊക്കെ പകൽ സമയത്ത് വരാൻ പറ്റും ഇങ്ങോട്ടൊക്കെ. എത്ര വണ്ടികളായിരിക്കും. ഇതൊന്ന് കടന്നു പോകണമെങ്കിൽ 10 മിനിറ്റ് ആവും. വൈബ് വൈബ് വൈബ്. ഓഹ് എന്തൊരു വൈബ്. മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ്, പ്ലെയിൻ റോഡ്. ഇതാണ് വഴയില ജംഗ്ഷൻ. നേരെ പോയാൽ പൊന്മുടിയാണ്. ഒന്ന് പോയാലോ രാത്രി കയറ്റി വിടും അങ്ങോട്ടൊക്കെ. ഇലാക്കായത് നേരം നല്ല നേരം. ഇതേപോലത്തെ പാട്ട് വേറെ പടത്തിലുണ്ടല്ലോ മമ്മൂട്ടിയുടെ. നിലാക്കായും നേരം പൊങ്കുതേ കുങ്കുതേ അങ്ങനെ എന്താ പാട്ട്. ആ പാട്ടിന് കോപ്പടിച്ചിറക്കിയ പാട്ട് തന്നെ. പിന്നെ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് പ്രശ്നമാവും. ഇതാണ് നിലാക്കായൊന്ന് മാറ്റി പാടിയത്. എന്തെങ്കിലും കായട്ടെ, നമുക്ക് വയറ് കായാൻ പാടില്ല. ഇതാണ് ലൊക്കേഷൻ. കസ്റ്റമർ ലൊക്കേഷൻ. ക്യാഷ് കളക്ഷൻ. അയ്യോ രാത്രി സമയത്ത് ക്യാഷ് കളക്ഷൻ പണിയാണ്. അങ്ങനെ ആയിരിക്കില്ല. വിളിച്ചു നോക്കുമ്പോൾ സൊമാറ്റോ ആണേ. ഇവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. പട്ടിയിൽ കുറച്ചലും ചീവിടുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട്. പിന്നെ നിലാവിളിച്ചം. പോയറ്റിക് വേർഡ്സ്. സുധീഷ് വരെ ഇപ്പോൾ സാഹിത്യകാരനെ കൊണ്ടിരിക്കണം കേട്ടാ. ഗൂഗിൾ പേണോ അടച്ചിട്ടുണ്ടോ? ഓക്കെ പേടായി. ഓക്കെ ശരി. അപ്പോൾ പിക്കപ്പ് എടുത്ത് ഡ്രോപ്പ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിലായില്ല കേട്ടോ. അത്ര സ്പീഡിലായി വന്നു നമ്മൾ. അപ്പോൾ ദിവസം ട്രാഫിക് ബ്ലോക്കിൽ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല വണ്ടി പെർഫോമൻസ് കൂടുകയും ചെയ്യും, നല്ല മൈലേജും കിട്ടും, നല്ല പൈസ കൈ വരും. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ പിസേറിയ അമ്പലമുക്കിൽ. ആക്സെപ്റ്റ് ഗോഡ്. അത്രേ ഉള്ളൂ. എന്തോ ക്യാഷ് ഡെപ്പോസിറ്റാ. പൈസക്ക് എവിടെ പോയി രാത്രി ഇവിടെ നിന്ന്. റീച്ച് ലൊക്കേഷൻ. ഇത് റെഡി ആയിട്ടുണ്ടേ. അതേനെ 2563. അതേനെ ചിക്കൻ പോപ്കോൺ പെരി ഫ്രൈസ്. ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് നന്ദാവനമാണ്. ഇവിടുന്ന് കറക്റ്റ് 3.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:52 ആയിട്ടുണ്ട്. 1 മണിയാവാറായി. അപ്പോൾ ഓരോ മണിക്കൂർ ഓരോ ഗിഗാണ്. നമ്മളങ്ങനെ 4 ഗിഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് 4 മണിക്കൂറത്തേക്ക്. ചെറിയ പ്രൊമോഷൻ പറയാൻ സമയം എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് പറയട്ടെ ഒരു 30 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റ് സൂപ്പറായിട്ട് ചെയ്തു തരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരാൻ നേരത്തെ ഞങ്ങളുടെ സൈഡിൽ ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കൂടെ കാണും. അതുകൊണ്ട് 2 ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാം സൂപ്പറാക്കി സെറ്റാക്കി തരാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതിൽ ഏറ്റവും മെയിനായത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് അത് എപ്പോൾ ആവശ്യമൊന്നും പറയാൻ പറ്റില്ല. ആവശ്യം വന്നിട്ട് എടുത്തിട്ട് കാര്യമില്ല. ആവശ്യം വരുമ്പോൾ എടുത്താൽ മാത്രമേ അത് ഉപയോഗമാവുള്ളൂ. ഓക്കെ. ഈ ഫ്ലാറ്റാണല്ലേ. ഇവിടെ മെയിൻ ഗേറ്റ് അപ്പുറത്താണ്. ഇതൊരു ബൈക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വഴി ഉണ്ടാ പോയി നോക്കാം. ഓ മൈ ഗോഡ്, നോട്ട് വഴി ഇൻ ദിസ് സൈഡ്. വല്ല കാര്യമുണ്ടാ? വഴിയെ കൊണ്ടുവച്ചാ വഴിയിൽ ആര് പറഞ്ഞിട്ടാണ്. ഓക്കെ ഇത് തന്നെ. ഇവിടെ കാറ്റ് പൂട്ടിയിരിക്കണം. അപ്പോൾ എങ്ങോട്ട് പോയി? വീട്ടിലാണ് ഓർഡർ ചെയ്തേട്ടാ. ഇവിടെയാണ് ഓർഡർ ചെയ്തത്. ഓക്കെ. ക്യാഷാ ഗൂഗിൾ പേയാ? ക്യാഷാണ്. അയ്യോ ശരി കുഴപ്പമില്ല. 604 അല്ലേ? ഓക്കെ ശരി എന്നാൽ. ഓക്കെ സംഭവം ക്യാഷ് കളക്ഷൻ. ഇപ്പം എന്ത് ചെയ്യും? അക്കൗണ്ട് ഡിലീറ്റ് ആവോ? അക്കൗണ്ട് ഡിലീറ്റ് അല്ല, അക്കൗണ്ട് ബ്ലോക്ക് ആവോ? ക്യാഷ് ഡെലിവേർഡ്. ബ്ലോക്ക് ആവല്ലേ ദൈവമേ. ഓർഡർ അടിച്ച് കൊള്ളാം. സൂപ്പർ. ബ്ലോക്ക് ആയില്ല കേട്ടാ. എൻ്റെ അമ്മോ എന്തൊരു വലിയ ഓർഡർ ഇത്. നോക്ക് 165 ഓർഡർ പോയി 44 റിട്ടേൺ ചാർജ്. മൾട്ടിപ്ലെയറാ? അതെന്ന് തോന്നുന്നു മൾട്ടിപ്ലെയർ. എന്തൊരു സംഭവം എന്താ കൊടു. ആക്സെപ്റ്റ്. ഇതാണ് ഓർഡറാ. ഇങ്ങനെ അയക്കണം. എന്തായാലും കൊള്ളാം. രാത്രി വർക്ക് ചെയ്യണത് ഒരു രക്ഷയിലേട്ടാ. പൈസകളൊക്കെ അടിച്ച് വാരാനാ. പ്രതീക്ഷ ലോട്ടറി അടിച്ച് പോലെ ഏട്ടാ. വേറെ ലെവലും നീ. റീച്ച് ലൊക്കേഷൻ ഓഫ് DJ ഇമ്പീരിയൽ സൂട്ട്സ്. വേറെ ബ്രാഞ്ചുകളില്ല. ശാസ്ത്രമൂലം മാത്രമേ ഉള്ളൂ. 0814 ഇത് തന്നെ. അപ്പോൾ ഓർഡർ റേറ്റ് എന്ന് പറയുന്നത് അപ്പം വിത്ത് എഗ് കറി പീക്ഡ്. ഓക്കെ പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് 1:10 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട് പോകണം. ഇവിടെ കറക്റ്റ് 14 കിലോമീറ്റർ ദൂരമുണ്ട്. ചെങ്കോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ശ്രീകാര്യം കഴിഞ്ഞ് പോകണം. നല്ല ദൂരം കേട്ടോ. 14 കിലോമീറ്റർ. അയ്യോ സൂപ്പർ. എന്തായാലും ഈ 14 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റും. കൂടിപ്പോയ ഒരു 15-20 മിനിറ്റ് എത്ര തന്നെ. മണ്ണിൽ ഇന്ത കാതലിൻറിയാറും വാഴ കൂടുമോ. നല്ല പാട്ടല്ലേ. സൂപ്പർ. തണുക്കണേ കാലും കൈയും വിറക്കണേ. നമ്മളങ്ങനെ മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും തന്നെ ഇല്ല. ഇവിടെ നിന്നല്ല ഒരിടത്തു നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല. ഇങ്ങനെ ഇതാര് ബാഗിൽ ഹോൺ അടിക്കണത് നമ്മളറിയാമോ? ഇതാരപ്പാ? വട്ടപ്പാറ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, ബാക്കിലോട്ട്. സ്ട്രൈറ്റ് പേരും കൂടെ പോയിട്ടേ അവിടെ നിന്ന് നേരെ മണ്ണന്തല വട്ടപ്പാറ. ഓക്കെ. നമ്മളിപ്പോൾ പോങ്ങുമ്പോഴെത്തിയിട്ടുണ്ട്. വണ്ടി നല്ല സ്മൂത്തായിട്ട് ഒറ്റ ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതാണ് ഡേഞ്ചർ. കാരണം എന്താ പറയുമ്പോൾ നമ്മളെപ്പോലെ ബാക്കിയുള്ള ആൾക്കാർ അതേ സ്പീഡിൽ വരും. ഒരു ജംഗ്ഷൻ വരാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചേ കിട്ടില്ല. ആ ഒരു വിഷയമുണ്ട്. അത് നമുക്കായാലും അവർക്കായാലും. അതുകൊണ്ട് നമ്മൾ പകലിൽ എങ്ങനെ വണ്ടി ഓടിക്കണോ
അതിൻ്റെ ഒരു 10% സ്പീഡ് കൂട്ടാം, കുഴപ്പമില്ല. ഓക്കെ, പോകുന്നത് അങ്ങനെ 150 പെട്രോൾ അടിച്ചിട്ടുണ്ട്. കിടക്കട്ടെ, വേറെ ഒന്നുമില്ല, നമ്മൾ ലോങ് പോവല്ലേ, പോകുന്ന വഴി പമ്പില്ലെന്നുണ്ടെങ്കിൽ. സംഭവം നമ്മൾ പറഞ്ഞ വഴിക്ക് വലിയ കാട്ടുപന്നി കേട്ടോ. കാട്ടുപന്നി കാരണം ഇവിടെ വലിയ പന്നി ഇത്ര സൈസ് ഉണ്ട്. അതിന് ബാക്കി നിന്ന് പട്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്താണ്, പക്ഷേ ക്യാമറ എന്തോ എററായി ഓഫായി പോയി. നല്ല സമയം നോക്കി ക്യാമറ ഓഫ് ആയി കളഞ്ഞു. സംഭവം എൻ്റെ സംശയം അതല്ല, ഈ കാട്ടുപന്നി ഇവിടെ എത്തിയാണ്. ഈ ശബരിമല സൈഡിലൊക്കെ പോയാൽ കാണുമായിരിക്കും. ഇവിടെയൊക്കെ പന്നികളുണ്ടാകും. ഇവിടെ ആരും വളർത്തുന്നില്ല കാട്ടുപന്നിയൊന്നും. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. നമുക്ക് അറിയണമല്ലേ, വേറെ എന്ത് പറയാം. ഇതിപ്പോൾ ഇങ്ങോട്ട് പോകണം, ലെഫ്റ്റ് റൈറ്റാ മാപ്പ് നോക്ക്. എനിക്കൊന്നും തണുപ്പടിച്ച് ക്യാമറകൾ പ്രശ്നമായ. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് കാണിക്കുന്നത്. ഈ ഇടത് പക്കം പോണ എൻ്റെ അമ്മ, ഒരു പട്ടി ടീമേ ഉണ്ടല്ലോ ഇവിടെ. ഡോഗേഷണ്ണന്മാരെ എന്നെ ഒന്ന് ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. യാത്ര സമയത്ത് നിങ്ങൾക്ക് ഇറങ്ങിയാൽ പിടിക്കില്ല, അറിയാം. ഇവിടെ തന്നെ, ഇവിടെയാണ് ഓർഡർ, ഇവിടെയാണ് അനന്ത് ഓർഡർ. അവിടെ പട്ടികളുടെ എണ്ണം കൂടുതലാണ്, നമ്മളെ മുഖ്യ സ്കെച്ച് ഇടുമെന്ന് തോന്നുന്നത് കേട്ടോ. ഇവിടെയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. പക്ഷേ സ്ഥലം പിടി നിൽക്കണ്ട. ഒരുത്തൻ കയറി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വന്ന് നമ്മൾ പൊങ്കാലിട്ടുകളയും. ഓക്കെ, ഇപ്പോൾ കിട്ടി ഓർഡർ പേ വരും മൊത്തം 256 രൂപ. എത്ര? 256.80 കൊള്ളാം. നല്ല ലോങ് ഓർഡർ, നല്ല വലിയ എമൗണ്ട് കേട്ടിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. കന്യാവരോ കഴക്കൂട്ടം ഏരിയയിലേക്ക് ഓർഡർ അടിക്കുമോ? വന്ന വഴി ബാക്ക് പോയി ഫ്രീ കാര്യം. എന്ത് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിൽക്കണം, നടപടിക്കറി മാറുന്നില്ലേ? ഓ, എവിടെ നോക്കിയാലും അടി തന്നെ. ഗ്യാങ് വാർ കേട്ടോ. എപ്പോൾ നോക്കിയാലും മാർക്ക്. നമ്മളൊന്നും ചെയ്യണമെന്നില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ പാടിയായിരിക്കും. ഒരു ഒത്തൊരുമില്ലാത്ത ആൾക്കാരായി പോയില്ല ഡോഗേഷണ്ണന്മാർ. ആരിത്? ഓ, പറക്ക തന്നെ. ഓക്കെ, നമ്മൾ കഴക്കൂട്ടത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ എങ്ങോട്ട് പോകാൻ ഓർഡർ അടിക്കണില്ല. പോസ്റ്റ് ആവില്ല ഇങ്ങനെയാണെങ്കിൽ. ഇങ്ങോട്ട് പോകണത് പിടിയില്ല. സെലക്ട് ഡ്രോപ്പ് ലൊക്കേഷൻ, അതൊന്നും വർക്ക് ചെയ്യണില്ല. അയ്യേ, ശരി. എന്തോന്നത്, നമ്മൾ ലുലുമളത്തിൽ ഒരു ഒറ്റ ഓർഡർ അടിക്കണില്ല. അങ്ങോട്ടൊന്നും ഓർഡർ ഇല്ല ഈ ഭാഗത്തുനിന്ന്. ഇപ്പോൾ എന്തിയായി? ഇത് അറിഞ്ഞിങ്ങോട്ട് വരില്ലായിരുന്നു. ആ വഴി അങ്ങോട്ട് പോയായിരുന്നു. അതവിടെ ഇമ്പീരിയൽ കിച്ചണുണ്ട്, അതൊക്കെ അടച്ച് പൂട്ടി കേട്ടായി. ഒന്നുമില്ല ഇവിടെ. നമ്മളങ്ങനെ കഴക്കൂട്ടന്ന് കവടി ഇറത്തിയിട്ടുണ്ട്. ഇതാണ് സോൺ കേട്ടാ. ഇപ്പോഴാണ് ഓർഡർ അടിച്ചത്. എന്തിനാണ് അത്? സോണൊക്കെ 10-15 കിലോമീറ്റർ അപ്പത്താണ്. എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ, അക്സെപ്റ്റ് ചെയ്യും. ഇതെവിടെ? അമ്പലമുക്കാ? എൻ്റെ അമ്മ. അപ്പോൾ അമ്പലമുക്കിൽ മാത്രമേ ഓർഡർ ഉള്ളൂ. അമ്പലമുക്ക് ശാസ്ത്രമൂലം മാത്രം. അത് കുഴപ്പമില്ല, പൈസ തരാല്ലേ, അതിന് വിഷയമില്ല. ഓക്കെ, ഇതാണ് റെസ്റ്റോറൻറ്റ് ഗ്രിൽ സോൺ. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. 1691 സ്പെഷ്യൽ ചിക്കൻ ലോഡർ ഫ്രൈസ് പിക്ഡ്. ഓക്കെ, പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞത് മണ്ണന്തല. ഇവിടെ നിന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. 2-3 റൂട്ട് കാണിക്കുകയാണ്. ഞാൻ ഈ റൂട്ട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് വലിയ കുഴപ്പമില്ല, നല്ല റൂട്ട് തന്നെ. ഈ പട്ടിയാണ് വേണ്ടി പാടി. കുറച്ച് വലിയ റോഡാണെങ്കിൽ കുഴപ്പമില്ല, പട്ടികൾ പെട്ടെന്ന് ഇടയ്ക്കര വരില്ല. ചെറുതാകുമ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കും, കറക്റ്റ് ഓടിക്കുകയും ചെയ്യും. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല, അതാണ് വിഷയം. അതുകൊണ്ടൊരു പട്ടി തമ്പൊക്കെ നിൽക്കുക. പട്ടിയാ ഇവരൊക്കെ പാവം, രാത്രി കാവലിൽ നിൽക്കുകയാണ്, അത്ര വേറെ ഒന്നുമില്ല. എന്തോ പൂച്ചയാണ് പട്ടിയാണ് പറഞ്ഞത്, കണ്ണും മിനിങ്ങണ് പൂച്ച തന്നെ. അപ്പോൾ പേടിയാണ് കാണുമ്പോൾ തന്നെ. ഓ, എല്ലാവരും രാത്രി സേഫായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ മാത്രമാണ് രാത്രി റിസ്ക് എടുത്ത് ജോലിക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഈ സമയത്തും കുറച്ച് ആൾക്കാർ വിഷമിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഫുഡ് കൊടുക്കാൻ രാത്രി റിസ്ക് എടുത്ത് ഇറങ്ങിയാണ്. അപ്പോൾ ഇതൊരു സമൂഹ സേവയാണ്, ഇതൊരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ ഇതുപോലെ രാത്രിയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവയാണ് സൂപ്പർ ഹീറോ ഉണ്ട്. അവൻ്റെ പേരാണ് ബാറ്റ്മാൻ. അപ്പോൾ നമ്മളൊരു ബാറ്റ്മാനെ പോലെയാണ് രാത്രി വർക്ക് ചെയ്യണം, ഉണ്ടല്ലോ. അപ്പോൾ ഇതിലോട്ട് ഈ സീരീസിൻ്റെ പേര് ദ ബാറ്റ്മാൻ സീരീസ് സൊമാറ്റോ വ്ളോഗ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കുറച്ച് ഉള്ളിലോട്ടാണല്ലോ ഏരിയ. ഓ, പട്ടികളുണ്ട് അവിടെയൊക്കെ. ഇതുപോലത്തെ ഏരിയയാണ് പട്ടി ഡേഞ്ചർ. ഇവിടെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ഓടാൻ പോലും പറ്റൂല, കാരണം ഫുള്ള് കുണ്ടും കുഴിയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഗിയറിൽ പോകാൻ പറ്റുള്ളൂ. കുറച്ച് ലൈറ്റും വിളിച്ചാൽ കൊണ്ട് കുഴപ്പമില്ല. ആ, സൂപ്പറായിരുന്നു. കോവില്ല കേട്ടാ, ഇത് മാടൻ കോവില്ല. ദൈവമേ, മാടമല്ലേ ഇറങ്ങോ? കറുപ്പ് സ്വാമി, കറുപ്പ് ഡേ കറുപ്പ വാറാണ്ട ദേവേ, എന്തൊന്നും ചെയ്യലേ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ തന്നെ ഇവിടെയാണ് വീട് പറഞ്ഞത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണെന്ന് ഇവിടെ. വവ്വാല് ശരിക്കും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. ആ, ഹലോ, സൊമാറ്റോ ആണേ. അവിടെ അല്ലേ? ഓക്കെ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 73.34 ഇത് ഏത് കോവിലാണിത്? മാടനാണോ യക്ഷിയാണോ? ഒരു പിടിയില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. ഗ്രീൻ പിസേറിയ. അയ്യോ, കട്ടർ ചൊവ്വോ, മണ്ണാങ്കട്ടി കട്ടർ. എന്തിനാണത് അറിയാൻ പറ്റില്ല. ശരി, കുഴപ്പമില്ല. ഗ്രീൻ പിസേറിയ അക്സെപ്റ്റ്. അമ്പലമുക്ക് അവിടെയൊക്കെ ഓർഡറുള്ളൂ. ഗ്രീൻ പിസേറിയ, മറ്റേ DJ എന്തോ സൂട്ട്സ് ഗീറ്റ്സ് എന്നുണ്ട്. അപ്പോൾ 2-3 റെസ്റ്റോറൻറ്റേ ഉള്ളൂ. അവിടെ തന്നെ മാറി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിസേറിയ ഗ്രീൻ പിസേറിയ റീച്ച് ലൊക്കേഷൻ. രണ്ടാമത്തെ ഓർഡറാണ് ഇന്ന് ഇവിടുത്തെ. ഓക്കെ, റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ക്രീമി ചിക്കൻ പാസ്ത റെഡി ആയില്ലേ? അപ്പം 0686 അതെ തന്നെ ഒട്ടിച്ചത് മാറിപ്പോയി. ഓക്കെ,
ക്രീമി ചിക്കൻ പാസ്ത പീക്ഡ്. ആ വണ്ടി ലുക്ക്ലെസ് ആണല്ലോ. ബൈസണ് ഒരു രക്ഷയില്ല. രാത്രി കണ്ടാലും പകൽ കണ്ടാലും വേറെ ലെവൽ കേട്ടാ. നിന്റെ അടുത്ത് വയ്ക്കാതെ വേറെ ഒറ്റ വണ്ടിക്ക് മതി കേട്ട് ചുമ്മാ വണ്ടി ലുക്ക് ഇതൊക്കെ പറയണ്ടേ ബൈസൺ. നിന്നെപ്പറ്റി 4 വാക്ക് പറഞ്ഞാലേ ആ വ്ളോഗ് രസം കാണുള്ളൂ. മനസ്സിലായ? ഓക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുടപ്പനംകുന്നാണ്. ഇവിടെ കറക്റ്റ് 3.7 കിലോമീറ്റർ ദൂരമുണ്ട്. യൂട്ടേൺ എടുക്കണം. മണി ഇപ്പോൾ കാർ 2:50 ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ 10 മിനിറ്റ് സമയമുണ്ട്. സമയം കുറച്ചേ ഉള്ളൂ. ഓർഡറും കുറവാണ് പറഞ്ഞത്. ശരി, കുഴപ്പമില്ല, കിട്ടുന്ന ഓർഡർ എടുക്കാം. കുറച്ച് മുമ്പ് ആളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബറിനെ. പുള്ളി പറഞ്ഞ് ചില സമയത്തൊക്കെ ഭയങ്കര പോസ്റ്റ് ആയിരിക്കും. ഇന്ന് വലിയ കുഴപ്പമില്ല പറയണത്. ഇപ്പോൾ എന്തായാലും എനിക്ക് ഓക്കെയാണ്. ഏണിങ്സ് ഉണ്ട്, കഷ്ടപ്പാട് കുറവായിരിക്കും. പിന്നെ ഒരു സ്റ്റോറി പറയണത് 1000 ഉണ്ട്. നമ്മളെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റി തന്നെ. സൊമാറ്റോ സ്വിഗ്ഗി സംഭവം. സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ലേഡിയെ പറ്റിയാണ്. പുള്ളി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. അതായത് ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവായിട്ട് എന്താ പറയുക, അത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. അത്രയ്ക്കൊരു, അതായത് രാത്രി 10-11 മണി ആയ സമയത്ത് ആ പുള്ളിക്കാരി 2 ഓർഡർ അടിച്ചായിരുന്നു. ഒന്ന് പോങ്ങമോട്, ഒന്ന് ശ്രീകാര്യം ഇങ്ങോട്ടോ ഭാഗത്താണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കാൻ പോയത് പോങ്ങമോട് ഭാഗത്താണ്. അപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞ് എനിക്ക് വെളിയിറങ്ങാൻ വരാൻ പറ്റില്ല, എൻ്റെ വീട്ടിനകത്ത് വന്ന് തരാൻ പറഞ്ഞു ഓർഡർ കൊണ്ട്. പുള്ളിക്കാരി ലേഡിയാണ്, അത് ആലോചിക്കണം. ആ പുള്ളിക്കാരെ എന്നിട്ട് ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ആരും ഇല്ല, അത് വേറെ വിഷയമുണ്ട്. അപ്പോൾ ഈ സ്വിഗ്ഗിയിൽ ഇറക്കിയ പുള്ളിക്കാരകത്തോട് പോയില്ല, എനിക്ക് വരാൻ പറ്റില്ല, രാത്രിയാണ്, അതൊന്നും പറ്റാനൊന്നുമില്ല, ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓർഡർ തരാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട കസ്റ്റമർ പെട്ടെന്ന് വയലൻ്റായിട്ട് നേരെ ചുമ്മാ നിൽക്കുന്ന വാഴയെ പോയി വെട്ടി താഴെ ഇട്ട് പിന്നെ കാറിനകത്ത് കയറി സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നു, പിച്ചും ബായും പറയുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ആളത്തിരി വയലൻ്റാണ്, സൈക്കോയാണ്, മെൻ്റലാണ് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, സംഭവം ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് പൈസ വാങ്ങിയാൽ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി സ്വന്തമായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി മാർക്ക് ചെയ്ത് ഡെലിവറി ചെയ്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടോളാം. ഇപ്പോഴത്തേക്ക് പുള്ളിക്കാരി കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് വരുത്തി കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഫുഡ് കൊണ്ട് ആ കസ്റ്റമർ കൈ കൊടു, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്ത് നേരെ പോലീസിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി അടിക്കാൻ വന്ന് പൈസ ചോദിച്ച് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വിഗ്ഗിയിൽ ഇറക്കിയ ആൾക്കാരെ മേലെ കേസ് എടുക്കാൻ പോകണം. അപ്പോൾ ഇവർ പോയ സമയത്ത് പോലീസുകാർ ഇങ്ങോട്ട് ചോദിച്ചു എന്താണ് സംഭവം, എന്താണ് പ്രശ്നം വെച്ചപ്പോൾ പുള്ളിക്കാർ ഉള്ളത് പറഞ്ഞു ഇതുപോലെയാണ് സംഭവം സാർ, ആളിത്തിരി മെൻ്റലാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ സമയത്ത് പോലീസുകാർ സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, സ്വിഗ്ഗിയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ആ കസ്റ്റമർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ മോളും ഭാര്യയും ഉണ്ട്, അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാതെ വിളിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ ആരും ഇല്ലായിരുന്നു, അത് വേറെ വിഷയം. അങ്ങനെ ആപ്പടെ പിന്നെ സംസാരമായി. കസ്റ്റമർ പിന്നെ പോലീസുകാർ ചീത്ത വിളിച്ച് പോലീസുകാർ തിരിച്ച് നിർത്തി കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് അവിടെ സ്ഥലം വിട്ട്. വേറെ ഒന്നും ഇനി പറയാനൊന്നുമില്ല, കാരണം പൈസ നമ്മളെ നിന്ന് പോയി, അത് വേറെ വിഷയം. കാരണം കസ്റ്റമർ ഫുഡ് വാങ്ങിയില്ലെന്ന് ഉറപ്പായി. അപ്പോൾ ഇതുപോലെ കുറേ ഞരമ്പ് രോഗികൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്തിട്ട് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ പിടിച്ച് വീട്ടിൽ കയറാൻ നോക്കിയാണ് കേട്ടോ. സംഭവം എന്ത് ചെയ്യാം, ഇതുപോലെ സമൂഹത്തിൽ നമ്മളെപ്പോലെ ആൾക്കാർ ജീവിക്കാൻ പറഞ്ഞ പാട്. അത് മെയിനായിട്ട് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കഷ്ടം സത്യം പറഞ്ഞാൽ. ഇപ്പോൾ രാത്രി പെണ്ണുങ്ങൾ സൂക്ഷിച്ച് വർക്ക് ചെയ്യാൻ പോകുക, സേഫായിട്ട് ഏരിയ നോക്കി പോകുക, അത്ര തന്നെ. കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പോകേണ്ട രാത്രി 1 മണി 2 മണിയായിട്ടും. കാരണം നമുക്കേ ആണുങ്ങൾക്കേ സേഫ്റ്റി ഇല്ലാത്ത ലോകമാണ് ഇവിടെ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് കാര്യമില്ല. വേറെ ഒന്നുമില്ല, സിറ്റിക്കകത്തൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഓടി എത്തും, പോലീസും ആരെങ്കിലൊക്കെ. ഇപ്പോൾ ചില ഓർഡറൊക്കെ ലോങ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ കാട്ടിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല. അപ്പോൾ നമ്മളെ സേഫ്റ്റി ഒട്ടും സുരക്ഷയില്ല, അതുകൊണ്ട് നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിയുടെ പേര് പറയണ്ട. ഓക്കെ, ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട്, ഇവിടെയാണ് കാണിക്കണം മാപ്പിൽ. അവിടെ തന്നെ ഡോർ തുറക്കാൻ സൗണ്ട് കേൾക്കണം. ഇവിടെ അല്ലേ? ഓക്കെ, ശരി. രാത്രി ആർക്കും ഉറക്കമില്ലല്ലേ, നമ്മളെപ്പോലെ തന്നെ 4-5 മണി വരെ വർക്ക് ചെയ്തിട്ട് ഫുഡും കഴിച്ച് നടക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഇല്ലേ, ചിലർ നൈറ്റ് ഡ്യൂട്ടി, ചിലർ പകൽ ഡ്യൂട്ടി. ഇത്ര തന്നെ. രാത്രി ഉറങ്ങേണ്ട സമയം, ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പല പ്രശ്നം ബോഡിയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതെവിടെ? ക്രാവിൻസ് സ്റ്റേഷനാണ്. അതെവിടെ ലൊക്കേഷൻ? മണ്ണന്തലയാണ്, മണ്ണാമൂല. അതവിടെ മണ്ണാമൂല. ഇവിടെ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. കുഴപ്പമില്ല, വലിയ ദൂരമൊന്നുമില്ല, അടുത്തില്ല. ഇത് എവിടെ പോണത്? ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഓ, ക്ലൗഡ് കിച്ചൺ ആയിരിക്കും കേട്ടോ. ഓ, രാത്രി വർക്ക് ചെയ്യുന്ന ക്ലൗഡ് കിച്ചൺ ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാം. റോഡ് ഭയങ്കര മോശമായിപ്പോയി. ആ, അത് അവിടെ തന്നെ നിൽക്കുന്ന നമ്മൾ ആൾക്കാരൊക്കെ ഇതിനല്ലേ. ഓക്കെ പോകുന്ന ചിക്കൻ റോൾ, ഷവർമ്മ, ഫ്രഷ് ലൈം, പേക്കഡ്. കറക്റ്റ് സെറ്റ് ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് കളയും ചിലപ്പോൾ. പാൽപ്പള്ളി, വെള്ളത്തക്കാളി. ഓക്കെ പോകുന്ന വണ്ടി വള ബാക്കിലോട്ട് യൂട്ടേൺ. ബാക്കിലോട്ട് പോകണില്ല, തള്ളിയിട് ബാക്കിലോട്ട്. എൻ്റെ അമ്മ ചെളിയല്ലേ പൂതിപ്പോയി. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂരാണ്. ഇവിടുന്ന് കറക്റ്റ് 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:15 മണിയായിട്ടുണ്ട്. 3:15 മണിയായി. നേരം വെളുക്കാറായി. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ 5 മണിയാവും. അപ്പോഴത്തേക്ക് കാക്കകളും കുരുവികളും എന്ന് സൗണ്ട് ഉണ്ടാക്കും. പട്ടികളൊക്കെ ഉറങ്ങാൻ പോകും. ഒരു 10 ആൾക്കാർ വണ്ടിയിൽ പോകും. പിന്നെ പാൽ പാക്കറ്റ് ഇടുന്ന ആൾക്കാർ ഇറങ്ങും. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വെളിയിൽ ഇറങ്ങി. അപ്പോൾ അതിന് മുമ്പ് നമ്മളെന്തായാലും വീട്ടിൽ പോയി ഉറങ്ങും, അത് വേറെ വിഷയം. അങ്ങോട്ടല്ലേ പോകേണ്ടത്, വന്ന വഴി. ഓക്കെ, അങ്ങോട്ടില്ല. ഇവിടെ നേരെ പേരൂടെ പോയിട്ട് അവിടെ നിന്ന് അമ്പലമുക്ക് കയറി അവിടെ നിന്ന് മുട്ടട പോയി മറ്റേ പരുത്തിപ്പാറ കയറി അങ്ങനെ നേരെ പോയാൽ മതി. ഓക്കെ, നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളതിനെ ഉള്ളൂരെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. മാപ്പ് നോക്കി മിനിറ്റ് മാപ്പ് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി. പവിഴമലർ പെൺകൊടി കനകനില കൺമണി. ഇവിടെയാണ് പവിഴമലർ ഫ്ലാറ്റ്. പവിത്രം നോക്ക്, പവിത്രം ബിൽഡിംഗ്. ആ, ഇത് തന്നെ വണ്ടി ഒതുക്ക് സൈഡിലായിട്ട്. ഫ്ലാറ്റിൻ്റെ ബേസ്മെൻറ്റ് ഇവിടെയാണ്. എന്തായാലും രാത്രി 9 മണിക്ക് ശേഷം ഒരു ഫ്ലാറ്റിൽ കയറാൻ പാടില്ലാണ് നിയമം. ഇവിടെ അല്ലേ? ക്യാഷ് ആണോ? 300 ഉണ്ടോ?
150. ഓക്കെ 10, 20, 30. ഓക്കെ ശരി. ഓക്കെ പോന്നാ. ഇപ്പോൾ കറക്റ്റ് 3:30 മണിയായി. ഇനി 1/2 മണിക്കൂർ സമയമുണ്ട്. ഈ 1/2 മണിക്കൂറിൽ കറക്റ്റ് ഒരു ഓർഡർ അടിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ഓർഡർ ഡെലിവേർഡ്. പൈസ ഒന്നും ഒരു രക്ഷയിലാണ് ചേട്ടാ. അടിച്ച് പൊളിക്കില്ല. സർജ് ഓണായാ? ഇതെപ്പോൾ സർജ് ഓണായി? മഴയൊന്നുമില്ല. സർജ് കേട്ടു കിടക്കട്ടെ. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. DJ ഇമ്പീരിയൽ സൂട്ട്സ്. അവിടെ ഉള്ള ഓർഡർ അവിടത്തും ഇല്ല. ചെറിയ ഓർഡർ കേട്ടോ അത്. ഓക്കെ ഓർഡർ പേക്ക് 1163 ടീ ബീഫ് ചില്ലി പൊറോട്ട. എളുപ്പം 4 മണിക്ക് ബീഫ് ചില്ലി പൊറോട്ട കൊള്ളാമല്ലോ. ഓർഡർ പിക്ക്ഡ്. ഇവിടെ രാത്രിയും പകലൊന്നുമില്ല. എല്ലാ നേരവും എല്ലാം കഴിക്കുമല്ലേ. പടി നോക്കിയാൽ പ്രതീക്ഷ വീണത്. ഓക്കെ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അവിടെയാണ്. ഇവിടുന്ന് കറക്റ്റ് 2.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:54 ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഈ ഓർഡർ കൊടുത്ത് ഇത് നമുക്ക് നേരെ വീട്ടിൽ പോകണമെങ്കിൽ പോകാം. ചിലപ്പോൾ അടുത്ത പറയാൻ പറ്റില്ല. ഓൺലൈനായി അടുത്ത ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. സംഭവം അടുത്താണ്. എന്നാൽ ഈ റോഡ് മോശമായതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് വിഷയം. 119 എവിടെയാണ്, 120 അവിടെ ആയിരിക്കും. ആ പച്ച കളർ പെയിൻറ്റ് അടിച്ച വീട് അല്ല. അപ്പോൾ ഈ വീടായിരിക്കും. 119 അവിടെയാണ്. അതെന്തൊരു കളി. 120 ഇല്ലേ? ബാക്കിൽ ഫോൺ റിങ് അടിക്കുന്നത് അവിടെയല്ലേ? ഓക്കെ വിഷയം നോക്കി ഓർഡർ സ്ലാബ് പൊളം നടക്കുകയാണ്. അകത്ത് വീടുകളതിൽ. ഓക്കെ അമ്മോ പമ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഇവിടെ അല്ലേ? ഓക്കെ ശരി. ഇപ്പോൾ ഓൺലൈനിൽ ഓഫർ ചെയ്ത് ഓൺലൈൻ തന്നെ സംഭവം. 4 മണിയാണ്ട് വീട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ ഒരു ഓഫർ വന്ന് 2 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ 150 രൂപ കിട്ടുന്നുള്ളത്. അതായത് ചെറിയ ഓർഡർ ആയാലും വലിയ ഓർഡർ ആയാലും. വലിയ ഓർഡർ ആയാലും 200 മാൾ കിട്ടില്ല, പറയാൻ പറ്റില്ല. ചെറിയ ഓർഡർ ആണെങ്കിൽ 150 രൂപ കൺഫേം ആണ് ഓഫറായിട്ട്. ഇപ്പോൾ എങ്ങോട്ട് പോകാൻ? ഇപ്പം നിൽക്കുന്ന സ്ഥലം ശാസ്തമംഗലമാണ്. ഓർഡർ അടിക്കുന്നില്ല. ഭയങ്കര റഷ് അവറാണ്. ഒരുപാട് ഓർഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്ന് ഓർഡർ അടിക്കണമെന്ന് അടിക്കില്ല. 10 മിനിറ്റ് ആയി. സംഭവം ഒരു ഉഗ്രം പണി കെട്ടിയിട്ടുണ്ട്. ക്ലച്ച് കേബിൾ പൊട്ടിയിരിക്കുകയാണ്. കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുമ്പോൾ തേടിക്കൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയോ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പണിയാണ്. ആട്ടോ കയറി വരണം. വെയിറ്റ് ചെയ്യുന്ന കയറി പോയിക്കോട്ടണ. എൻ്റെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടാണ്. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട് വരെ പോകട്ടെ. ഇങ്ങനെയൊക്കെയാണ് വീട് വരെ പോകാൻ പറ്റും. പക്ഷേ പോകുന്ന വഴി കയറ്റമുണ്ട്. ആ കയറ്റം കയറി സെക്കൻഡ് ഗിയറോട്ട് പോകണം. സെക്കൻഡ് ഗിയർ മാറ്റാൻ ക്ലച്ച് ചെയ്യണം. നമ്മളതിൽ ക്ലച്ച് ഇല്ല. അതാണ് വിഷയം. എന്ത് ചെയ്യാൻ പോകണമെന്ന് പിടിയില്ല. എങ്ങനെ വീട്ടിൽ പോകണം എന്നുള്ള കാര്യത്തിൽ. എന്തായാലും വണ്ടികൾ അത് ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലച്ച് പിടിക്കേണ്ടത് തന്നെ. എന്തായാലും ഓർഡർ അടിക്കാത്ത ഭാഗ്യം. അല്ലെങ്കിൽ ആ ഓർഡർ കയ്യിൽ വെച്ചാൽ എങ്ങനെ പോകും? ഇപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല. വീട്ടിൽ പോയാൽ മതി. ഇങ്ങനെയൊക്കെ നോക്ക്. ഇത് കണ്ട അയ്യോ എന്താ ചെയ്യാൻ? സംഭവത്തിൽ വളവും തിരിയുള്ള റോഡാണ്. തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കാൻ ഇത്തിരി പാടാണ്. ഞാൻ അങ്ങനെ സെക്കൻഡ് ഗിയർ ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളാകണം. അപ്പോൾ വണ്ടി ഓഫ് ആകാൻ പാടില്ല. ഇതിൽ വണ്ടി വരാൻ പാടില്ല. സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്ന ചാലഞ്ചിങ് ടാസ്ക്കാണ്. ഇതിൽ നമ്മൾ വീട് എത്തിയാൽ രക്ഷപ്പെട്ട് എത്താറായി. ഓക്കെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര മതി. വീടെത്തിയില്ല. അതിന് വലിയ കാര്യം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ പൈസ. അത് നേരത്തെ മാറ്റാനുള്ള സമയമായിരുന്നു. ക്ലച്ച് കേബിൾ ഞാൻ പിന്നെ വെച്ച് കളിച്ചുകൊണ്ടെന്ന്. ശരി കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വീടെത്തിയല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്തായാലും നാളെ രാവിലെ പോയി കടയിൽ പോയി ക്ലച്ച് കേബിൾ വാങ്ങിച്ച് ഞാൻ സ്വന്തമായിട്ട് മാറ്റാൻ പോകണം. എനിക്കതൊക്കെ അറിയാം. ടൂൾസ് എൻ്റെ ഉണ്ട്. ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന ഉടനെ കിടന്ന് ഉറങ്ങി. എൻ്റെ മറന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത് എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. വണ്ടിയൊക്കെ ശരിയായിട്ടുണ്ട്. ക്ലച്ച് കേബിൾ മാറ്റിയിട്ടുണ്ട്. സംഭവം ഞായറാഴ്ച ഉണ്ട്. ഒരിടത്ത് കടയില്ല. കുറേ അടുത്ത് കയറി ഇറങ്ങിയപ്പോൾ ഒരേ ഒരു കട കെട്ടിയായിരുന്നു. അതവിടെ പനവള ബേക്കറി സ്റ്റൈലിൽ ഒരു കടയുണ്ട്. രാജാറാം ഓട്ടോമൊബൈൽസ്. അവിടെയാണ് ക്ലച്ച് കേബിൾ കെട്ടിയത്. വില വന്നിട്ട് 230 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് കേബിൾ മാറ്റി വേറെ വിഷയത്തിൽ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യും ബൈക്കിന് വേണ്ടിയിട്ട്. വലിയ പണി വരുമ്പോൾ മാത്രമേ വർഷമൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഒരു മെയിൻ കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലച്ച് കേബിളോ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ ലൈഫ് ഉണ്ട്. എത്ര ദിവസം പോകുന്നുള്ള കാര്യം അത് കണക്കാക്കി നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ വിഷയം ഉണ്ടാവില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വഴി വെച്ച് നിൽക്കും. പണിയാവും. ഇത് വലിയ കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് തേർഡ് ഗിയറിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് പറഞ്ഞത് 742 രൂപ, 7 ഓർഡർ, 4 മണിക്കൂർ വർക്ക് ചെയ്തു. വലിയ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് പോസ്റ്റ് ആയിപ്പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ 800-900 ആയേനെ. അപ്പോൾ എന്തായാലും രാത്രി ഓടുന്ന സംഭവം കൊള്ളാം. പക്ഷെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഉറങ്ങാൻ പറ്റില്ല. ആ വിഷയം മാത്രം. അപ്പോൾ ഡെയിലി ഓടണം, വല്ലപ്പോഴും ഓടാം. ശനി ഞാൻ റെക്കോർഡ് കഴിഞ്ഞാൽ നല്ല പൈസ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റൈഡ് പോകാം രാത്രിയൊക്കെ. അപ്പോൾ എൻ്റെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും കുറച്ചേ സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LPG കട്ട കഴിക്കണം.